ഓൺ ദ വേർജ് ഓഫ് എന്നത് ഒരു അഡ്വാൻസ് സ്ട്രക്ചറാണ്. വേർജ് എന്നാൽ അറ്റം, വക്ക് എന്നൊക്കെയാണ് അർത്ഥം. ഓൺ ദ വേർജ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഡു ഇറ്റ് വെരി സൂൺ. പെട്ടെന്ന് തന്നെ, ഒട്ടും വൈകാതെ തന്നെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നാണ് അതിനർത്ഥം. ഷീ ഈസ് ഓൺ ദ വേർജ് ഓഫ് ക്രൈയിങ് എന്നാൽ അവൾ കരച്ചിലിൻ്റെ വക്കിൽ ആണ് എന്ന്. കരച്ചിലിൻ്റെ വക്കിലാണ് എന്ന് പറഞ്ഞാൽ കരയാൻ പോവുകയാണ്, ഇപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണുനീർ താഴേക്ക് വീഴും എന്ന്. അത്രയ്ക്ക് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവൾ കരച്ചിലിൻ്റെ വക്കിലാണ്. ഷീ ഈസ് ഓൺ ദ വേർജ് ഓഫ് ക്രൈയിങ്. ക്രൈയിങ് കരച്ചിൽ. അതുപോലെ തന്നെ ഷീ ഈസ് ഓൺ ദ വേർജ് ഓഫ് ടിയേഴ്സ് എന്ന് പറഞ്ഞാലും ഈ സെയിം മീനിങ് തന്നെയാണ്. ടിയേഴ്സ് കണ്ണുനീർ. അവൾ കണ്ണുനീരിൻ്റെ വക്കിലാണ്. അപ്പോൾ അതും കരച്ചിൽ തന്നെയാണല്ലോ. ഷീ ഈസ് ഓൺ ദ വേർജ് ഓഫ് ടിയേഴ്സ്. വേറൊരു എക്സാമ്പിൾ പറയട്ടെ. ഹെർ ഗ്രാൻഡ് ഫാദർ ഈസ് ഓൺ ദ വേർജ് ഓഫ് ഡെത്ത്. അവളുടെ ഗ്രാൻഡ് ഫാദർ മരണത്തിൻ്റെ വക്കിലാണ്. ഡെത്ത് മരണം. മരണത്തിൻ്റെ വക്കിലാണ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിന് പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കും, മരിക്കാൻ പോവുകയാണ്, അതൊട്ടും വൈകാതെ തന്നെ സംഭവിക്കും എന്നാണ് അതിനർത്ഥം. 2 countries ആർ ഓൺ ദ വേർജ് ഓഫ് വാർ. വാർ യുദ്ധം. 2 രാജ്യങ്ങൾ യുദ്ധത്തിൻ്റെ വക്കിലാണ് എന്ന് പറഞ്ഞാൽ അവർ 2 രാജ്യങ്ങളും യുദ്ധം ചെയ്യാൻ പോവുകയാണ്, പെട്ടെന്ന് തന്നെ യുദ്ധം ഉണ്ടാകും എന്നർത്ഥം. ദ പീപ്പിൾ ആർ ഓൺ ദ വേർജ് ഓഫ് സ്റ്റാർവേഷൻ. ജനങ്ങളെല്ലാം പട്ടിണിയുടെ വക്കിലാണ്. സ്റ്റാർവേഷൻ എന്നാൽ പട്ടിണി. പട്ടിണിയുടെ വക്കിലാണ്. അപ്പോൾ അവർ കുറച്ചുകൂടി കഴിഞ്ഞാൽ എല്ലാവരും പട്ടിണിയിലാകും എന്നർത്ഥം. ഷീ വാസ് ഓൺ ദ വേർജ് ഓഫ് സേയിങ് സംതിങ്. അവൾ എന്തോ പറയാൻ ഒരുങ്ങുകയായിരുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഷീ വാസ് എന്നാണ് ഉപയോഗിച്ചത്. വാസ് ഉപയോഗിച്ചത് അതൊരു പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ്. അവൾ എന്തോ പറയാൻ ഒരുങ്ങുകയായിരുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ കുറച്ച് എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഇനി എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് എഴുതുക അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് പറയുക എന്നറിയണ്ടേ? എന്താണ് അതിന് ഉപയോഗിക്കേണ്ട ഫോമാറ്റ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ഒരു സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ഞാൻ, യു നിങ്ങൾ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് അത്, വി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, ദേ അവർ, ഇതൊക്കെ ആവാം. അപ്പോൾ ഏത് വേണമെങ്കിലും സബ്ജക്റ്റ് ആകാം. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് അനുസരിച്ച് ആം, ഇസ്, ആർ, വാസ്, വേർ ഒക്കെ ഉപയോഗിക്കാം. ഐ ആണ് സബ്ജക്റ്റെങ്കിൽ ആം ഉപയോഗിക്കണം. ഐ ആം ഓൺ ദ വേർജ് ഓഫ്. യു, വി, ദേ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ആർ എന്നാണ്. യു ആർ ഓൺ ദ വേർജ് ഓഫ്, വി ആർ ഓൺ ദ വേർജ് ഓഫ്, അങ്ങനെ. ഇനി ഹി, ഷീ, ഇറ്റ് അതുപോലെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഹി ഈസ് ഓൺ ദ വേർജ് ഓഫ്, ഷീ ഈസ് ഓൺ ദ വേർജ് ഓഫ്, അങ്ങനെ ഉപയോഗിക്കണം. ഇത് പ്രസൻറ്റ് ടെൻസിൻ്റെ കാര്യമാണ് കേട്ടോ. പക്ഷേ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ആണ് സബ്ജക്റ്റ് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത്. ഐ, ഹി, ഷീ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ വാസ് ഉപയോഗിക്കുക. ഐ വാസ് ഓൺ ദ വേർജ് ഓഫ്, ഷീ വാസ് ഓൺ ദ വേർജ് ഓഫ്, അങ്ങനെ. ഇനി പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിലോ വി, യു അതുപോലെ ദേ ഒക്കെ ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ വേർ ആണ് ഉപയോഗിക്കേണ്ടത്. വി വേർ ഓൺ ദ വേർജ് ഓഫ്, യു വേർ ഓൺ ദ വേർജ് ഓഫ്, അങ്ങനെ ഉപയോഗിക്കണം. സബ്ജക്റ്റ് കഴിഞ്ഞാൽ ആം ഓർ ഈസ് ഓർ ആർ പ്രസൻറ്റ് ടെൻസിൽ. ഇനി പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ. അത് കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് ഓൺ ദ വേർജ് ഓഫ്. അത് കഴിഞ്ഞാൽ നൗൺ ഉപയോഗിക്കാം, അതുമല്ലെങ്കിൽ ജെറണ്ട് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിച്ച സെൻറ്റൻസ് ഒക്കെ ഓർമ്മയില്ലേ? ഷീ ഈസ് ഓൺ ദ വേർജ് ഓഫ് ടിയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഓൺ ദ വേർജ് ഓഫ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് ടിയേഴ്സ്, അവിടെ നൗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, കണ്ണുനീർ. ഷീ ഈസ് ഓൺ ദ വേർജ് ഓഫ് ക്രൈയിങ് എന്ന് പറഞ്ഞപ്പോൾ ക്രൈയിങ് ആണ്, അത് ING ഫോം ഉള്ള ഒരു വേർബാണ്, ഒരു വേർബൽ നൗൺ അല്ലെങ്കിൽ ജെറണ്ട് എന്ന് പറയാം. അപ്പോൾ ഓൺ ദ വേർജ് ഓഫ് എന്ന സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസസ് എഴുതാൻ പഠിച്ചില്ലേ?
എല്ലാവരും ഓരോ സെൻറ്റൻസ് കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന്.